ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഭീമ. അപ്പൊ ഞങ്ങൾ എന്നുള്ളത് എന്റെ വീട്ടിലെ പാടം. എന്റെ വീടല്ല, ഉമ്മാന്റെ പേരത് കാടാണ്. എന്റെ കാടല്ല, പാടം. എന്റെ ഉമ്മന്റെ വീട്ടിലാണ്, ഉമ്മന്റെ വീടിന്റെ അടുത്തുള്ള പാടത്തിലാണ് നിൽക്കുന്നത്. ഇക്കാക ഇന്നലെ മഴ കാരണം ഞാൻ അസാധാരണ നിമിഷത്തിൽ ഇന്നലെ ഞങ്ങൾക്ക് ഇക്കാക്ക് ഞാൻ ഉമ്മൻ്റെ വീട്ടിലാണ്. അപ്പോൾ വളരെ യാദൃശികമായി നിൽക്കേണ്ടി വന്നു. കാരണം അതിശക്തമായ മഴ, എങ്ങനെ പുറത്തു പോകും, നമ്മൾ ബൈക്കില്ലല്ലോ വന്ന്. അപ്പോൾ ഞാൻ നിൽക്കണില്ല. 1 മണിക്കൂറായിട്ട് മഴ തോരാണ്ടായപ്പോൾ പപ്പ നമ്മളെ ഇവിടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങി വന്നതാണ്. പാടുണ്ട്, അടിപൊളിയാണ്. സൂര്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് സൂര്യൻ പൊന്തുമ്പോ വരണം, അല്ലാതെ പൊന്തി കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. തോടും വെള്ളമില്ലാത്ത തോടും ഇങ്ങനെയല്ല, അവിടെ വേറെ മനൊക്കെ ഉണ്ട്. ശരിക്കും പോയാല് ഞാൻ പണ്ട് USSന് ഞാൻ പറയട്ടെ, ഇവിടെ ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആയതാണ്. ഇവിടെ നല്ല പാടും നല്ല തോടും മറ്റേ വയലറ്റ് പൂവും മഞ്ഞപ്പൂവും കുറേ ഉണ്ട്. പിന്നെ ഒരു അല്ലട്ടാ, അത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്ര വെറുതെ കണ്ടന്റിന് വേണ്ടി പറയാൻ നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട, വൃത്തിയായിട്ട് പറയുന്നേ. പക്ഷെ ഈ മരം നല്ല ഭംഗിയായി. ഈ മരത്തിന് വയലറ്റ് ഫ്ലവർ ഉണ്ടാവും ചില സമയം. ചൂട് ഈ മരത്തിൽ ബടാ മരത്തുമ്മല് കണ്ടമ്മ കായ ഉണ്ട്. എന്തോ പുള്ളിക്കാരന്റെ നാണിയാറത്തന്നെ അതിന്റെ അല്ലേ പറയാനേ. ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്തിന് അവിടെ വെച്ച് പോന്നോ? പക്ഷെ നല്ല ഭംഗിയുള്ള വഴിയല്ലേ ഗൈസ്, നോക്ക്. പശു വന്നിക്കണം. ഒരു പോത്ത്, വേറൊരു പോത്ത്, ടോട്ടൽ 3 പോത്ത്, കറുത്ത പോത്ത്. ഇത് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്ത് ഈ പാടത്തിടാൻ പറ്റിയ സാധനം. ചങ്ങായി പാടത്തേക്ക് പശുവിനെ കൊണ്ടുപോയി. അത് വേറൊരു പശു നോക്കി നിൽക്കുന്നു. പശുവല്ല, പോത്ത്. അവിടെ ഉണ്ടാവില്ല. നിങ്ങളെ നാട്ടിലെ രസമില്ലാത്ത പാടാണ്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങളവിടുത്തെ ആൾക്കാരമായ റോഡ് സൈഡിലെ ആൾക്കാരല്ല, അത് നാട്ടിലുള്ള ആൾക്കാരാണ്. ഇതാണ് നാട്ടുകാർ. നിങ്ങളത് വീട്ടുകാർ, നിങ്ങളെ ആൾക്കാർ നാട്ടുകാരല്ല. അത് റോഡിന്റെ സൈഡിലെ റോട്ടുകാരാണ്. നിങ്ങളത് ശരിക്കും നാട് പറഞ്ഞ നാട് ഭയങ്കര ലോക്കൽ ആൾക്കാരാണ്. ഭയങ്കര ശ്യാമസുന്ദര കേരളം, ഏകാന്ത സുന്ദര കേരളം. ആ ഒന്നിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പണ്ടത്തെ ആൾക്കാരെ പാട്ട്. ഞങ്ങൾക്ക് അതൊന്നുമില്ല. എന്റെ നാടല്ല, എന്റെ ഉമ്മച്ചിന്റെ നാട്. തോട്ടിൽ എന്താ വെള്ളം ഉണ്ടായിരുന്നു പണ്ട്. ഇത്ര വെള്ളം ഉണ്ടായി. അതുപോലെ കുത്തി ഒഴുകും. എന്ത് ലൈസാ? എങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഏട്ടാ ഇങ്ങക്ക് എങ്ങനെയാടാ അറിയാം? എന്ത് ഒബ്സർവേഷൻ അത്? അതിനപ്പുറത്ത് ഒരു താർപ്പായ ഉണ്ടല്ലോ, അതും എന്താണ് ടച്ചിങ്സ്. ഞാൻ പറയട്ടെ, അതിനപ്പുറത്ത് പുല്ലുണ്ടല്ലോ, എന്താ ഒരപ്പം നട്ട് വളർത്തിയതാ. പറ്റില്ല. തോറ്റ് പറയും. തോറ്റ് പറയണം. കണ്ടോ എന്ത് ഭംഗി, സുന്ദരമായ കേരളം. തവള കഴിഞ്ഞതാ. തവള തന്നെ കാര്യം. ഞങ്ങളുടെ നാട്ടിലെ തവള പേക്കറോ ഒന്നുമല്ല. അത് സ്റ്റോറി ബുക്കിൽ മാത്രമേ കാര്യമുള്ളൂ. ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാനാണ് പോണത്. ഹോട്ടലൊന്നുമില്ല. അതെ, ഞങ്ങള് നാട്ടുകാർക്ക് ഹോട്ടലൊന്നുമില്ല. നിങ്ങൾ റോട്ടുകാർക്കല്ലേ ഹോട്ടലൊക്കെ. ചെറിയ കട ഉണ്ടാവും. ഒരു പഴയ വലിപ്പം, പുതിയ വലിപ്പുണ്ട്. വേറെ ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അവളോട് ഉണ്ട്. പോയി വെക്കവാ. മഴ ഇങ്ങനെ തുള്ളി ഇടുണ്ട്. നമ്മളിതേ വീട്ടിൽ കയറി നിൽക്കും. ഫോൺ ഉണ്ടല്ലോ വിളിച്ചറിയാന്. നമുക്ക് ഫോണില്ലല്ലേ?
എന്റെ ഫോൺ എടുത്തില്ലേ? ഞാൻ എടുത്തിട്ടില്ല എന്റെ ഫോൺ. എന്റെ ബ്ലൂ ഫോണ് ഞാൻ എടുത്തിട്ടില്ലേ? ഞങ്ങൾക്ക് തന്നിക്കണല്ലോ. തന്നിട്ടില്ല. പുറത്ത് പറയല്ലേ? ഇവിടെ ആസ്വദിക്കാം. നിങ്ങൾ എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. ഞാൻ ഓടിക്കട്ടെ? ഞാൻ വീണാലും എല്ലാരും കാണും വ്ളോഗില്. വണ്ടി കൂടി കയറ്റം കയറുമോ? ആവോ, മറിഞ്ഞിട്ട് പോവോ കയറ്റത്തില്? അതൊക്കെ പോവും. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നിക്കറില്ല, എനിക്ക് പേടിയുണ്ട് കേട്ടോ. നിന്നെ തൊടണ്ട, എനിക്ക് പേടി വരുമോ? ഈ കയറ്റം കയറണോ? ഈ കയറ്റം കുറെ കയറ്റം ആദ്യമായിട്ട് ഓടിക്കുന്നത്. വണ്ടി ഓപ്പോസിറ്റ് വന്നിട്ട് കാട്ടാവുമ്പോ ബ്രേക്ക് പിടിച്ച് നിർത്തിക്കോ. ഓണടിച്ചോ ഓൺ ഇവിടെ. ആ കണ്ട, ഇതാണ് ഓണ്. ഓക്കെ, നീ എടുത്തോ. വണ്ടി ഇല്ല, വണ്ടി എടുത്തോ. വണ്ടി വന്ന് സൈഡ് കൂടെ പോയിക്കോളും. കാല് പഠിക്കേ. ആ കയറ്റത്തിലൊന്നും നിർത്തരുതിട്ടാ. വണ്ടി ഒന്നും നിർത്തരുത്. വണ്ടി ഡോണ്ട് വരി, എടുത്തോ. ആ കമോൺ. മൂന്ന് കയറ്റുണ്ടോ? മെല്ലെ പോയാൽ മതി, സ്പീഡിൽ പോകണമെന്നില്ല. വണ്ടി വരുമ്പോ നിർത്താം. കാലൊന്നും കുത്തണ്ട. തിരിക്കലിങ്ങനെ തിരിക്കറിയില്ലേ? വണ്ടി തിരിക്കറിയില്ലേ? ഞാൻ കണ്ടാ തിരിക്കറിയില്ല. ഞാൻ ഈ പെരയൊക്കെയാണ് ചെയ്തത്. വണ്ടി തിരിക്കറിയില്ലേ? ബ്രേക്ക് അറിയില്ലേ? ഓൺ ഇൻഡിക്കേറ്റർ അറിയില്ല, കുഴപ്പമില്ല. ബ്രേക്ക് അറിഞ്ഞാൽ മതി. ഇത് ഇങ്ങോട്ട് സൈഡിക്കല്ല, നടുക്കൂടെ റോഡ്. വണ്ടികളൊന്നും ഇല്ലല്ലോ. അന്നേ കയറ്റ പിന്നെയും കുഴപ്പമില്ല, ഇറക്കത്തിലാണ് ഇടാൻ പറ്റില്ല കേട്ടാ. ഇത് ചെരിയണേ. അടി അടി കുറച്ച ഞാൻ ഓടിച്ചാളാ. എന്നെ ഇറക്കാൻ വിടുന്നില്ല, ധൈര്യമില്ല എന്നെ വണ്ടി ഓടിപ്പിക്കാൻ. എന്താ ചെയ്യാ? ഓഫീസൊക്കെ കേക്ക് പോവാ. എൻ്റെ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറുന്നുള്ളൂ. കയറിയ ഗൈസ്, ഇതാണ് എൻ്റെ ഉമ്മൂമ്മാൻ്റെ വീട്ടിൽ. അതിരാവിലെ അതിസാഹസികമായി എനിക്ക് കണ്ണെഴുതി കോളേജിൽ പോവാണ്. ബുക്കുണ്ടോ ബാഗിൽ? സംശയം. ബുക്കില്ല, കോളേജിൽ പോകും ഞങ്ങൾ. ആ, വെളുത്തൂർ പോയി ബുക്ക് എടുക്കും, എന്നിട്ടാണ് നമ്മൾ നേരത്തെ പോണത്. ഓടിക്കാൻ നമുക്ക് ഭയമുണ്ടോ? ഭയം വേണ്ട, ജാഗ്രത മതി. അത് എല്ലാരും നൈറ്റ് റൈഡ് അല്ലേ, നമ്മള് മോർണിംഗ് റൈഡാ. എന്താലേ ആദ്യമായിട്ട് വന്നതാണ്. അതിനും കൂടെ ഓവറാക്കിയിട്ട്, അതും ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് അമ്മേന്റെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളെ സ്വന്തം കുഞ്ഞപ്പ കാക്ക. ചെരുപ്പൊന്നും ഇടാതെ റോഡിനപ്പുറത്ത് നിൽക്കണം നമ്മള്. ഇതാണ് അമ്മേന്റെ വീട്, അത് കുഞ്ഞപ്പ കാക്കന്റെ വീട്. അമ്മയെ അസ്സലാമലൈക്കും. ഞങ്ങളെ കുഞ്ഞിപ്പാക്കാൻ വീട്ടിലെ സൽക്കാരാണ്. കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. ചിപ്സ് ഉണ്ട്, കേക്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഓള് നീച്ചിട്ടില്ലായിരുന്നു. രാവിലെ 7 മണിക്കുള്ള സൽക്കാരം. ഞങ്ങൾ മഴ കൊണ്ടു, മഴയാണ്.
മഴ കൊണ്ട് പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കാരണം മഴ നിൽക്കുന്നില്ല. ഇന്നലെ മഴ ഉണ്ടായിട്ട് നമ്മളിവിടെ നിന്നത്. പാടം കണ്ടോ? പാടം പിന്നെ മഴത്ത് പാടം കാണാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ കത്തിയില്ലേ? നേരെ അല്ലല്ല, അത് വീട്ടിക്കല്ല. ചെടിയൊക്കെ ഉണ്ടോ? അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ അല്ലേ? അല്ല, എന്നാ മറ്റേ വഴിയാണ്. നേരത്തെ പോയില്ല വഴി. ഇതേതാ വഴി? ഇവിടെ ഒരു വഴി ഉണ്ടല്ലോ സൈഡിക്ക്. ഈ വഴി പോയിക്കും. വഴി മാറി. സുഹൃത്തുക്കളെ, വഴി ചെറുതായിട്ട് മാറി തോന്നുന്നുണ്ട്. വലുതായിട്ട് മാറി തോന്നുന്നുണ്ട്. കാരണം ഞാൻ കൊറേ നേരം ഇങ്ങനെ കറക്കണം. അവിടെ എത്തി ഇനി ഇവിടുന്ന് വേലക്കാറില്ലെന്ന് ആണ് തോന്നുന്നു. എനിക്ക് ഇവിടെ വെക്കാൻ എന്റെ കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ. വണ്ടിക്ക് വെച്ചൂടെ? ഗാർലിക് ചിക്കൻ അല്ലേ? ഗാർലിക് ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പത്തിരിയുണ്ട്, നെയ്പത്തലുണ്ട്. മൂച്ചിയുണ്ട്. നിങ്ങള് ഞങ്ങൾക്കിവിടെ മൂച്ചിയുണ്ട്. മൂച്ചി എന്നാ എന്താ അറിയോ? മാവ്. പുളിമരം ഉണ്ട്, മൂച്ചിയുണ്ട്. ഇവിടെ ഒരു മൂച്ചിയുണ്ട്, അവിടെ ഒരു മൂച്ചി. ഇതൊക്കെ ആപ്പാൻ്റെ കൃഷിയാണ്. ആപ്പായിരിക്കണം. ക്യാമ്പുണ്ടല്ലോ, ആ ക്യാമ്പ് ഇട്ടോളൂ. ഇത് അപ്പൻ്റെ ചെടി. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? അയ്യോ, എന്തിനാണ് പോകുന്നത്? ഡ്രസ് മാറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വണ്ടി ഓഫ് ആക്കിയിട്ടാണ്. ഇവിടെ വലിയ പുലിയാണുള്ളത്. നമ്മൾ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, കാരണം ആരുമില്ല. കൊച്ചി ട്രിപ്പ് പോയതാണ്. ഇപ്പം ഞാനും ഈ കാക്കിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പോവാണ്. കുത്തിയാലൊന്നേ ചാവൂല. കുത്തിക്കല്ല നോക്കാം. ബാബു പോയി പശുവിനെ കെട്ടാണ്, അപ്പുറത്തെ പറമ്പിലാണ്. മോരുവെള്ളം അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ്. മോരുവെള്ളം തപ്പി മലപ്പുറത്താനായി. മോരുവെള്ളം കിട്ടിയില്ല. മോരുവെള്ളം വാങ്ങി തന്നിട്ടേ അടങ്ങൂ. ഞാൻ പറഞ്ഞേക്ക് മോരുവെള്ളം വേണമെന്നില്ല കേട്ടോ, സർബത്ത് പതിട്ടോ. ഒരു മോരിക്കുപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. മോരായിട്ട് കിട്ടിയില്ല, നമ്മൾ കുപ്പിയായിട്ട് വാങ്ങി. ഇപ്പോഴും മോര് തപ്പിക്കൊണ്ട് പോവാണ്. അത്ര എനിക്ക് മതിയേക്കുന്നു. ശരിയും വാങ്ങുന്നാണ് പറയണത്. നമ്മൾ മോര് വാങ്ങാൻ വേണ്ടി ഞാൻ പോവാണ്. എന്താ പ്രശ്നം? എന്താ സക്സസ്ഫുള്ളി മോര് വെള്ളം കണ്ടുപിടിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ വിക്ടറി. എടാ എന്നെ ഇവിടെ വേറെ രസയിക്കുന്നു. നമുക്കൊരു മാങ്ങ നെല്ലിക്കെല്ലാം ഉണ്ട്. എന്റെ ബാക്കിൽ നോക്കൂ. അങ്ങനെയുണ്ട്. സൂപ്പറാ. സൂപ്പർ. അൽഹംദുലില്ലാഹ്. വന്നിട്ട് ഇത് എടുക്കാണ്ട് പോയാല് നെല്ലിക്ക ഭഗവാൻ എന്നെ ശപിക്കും. ഇതാണോ വലിയത്? ഇതെടുക്കണം. ഏതെടുക്കണം? ഇതെടുക്കാം. അതിനെടുക്കണം. നെല്ലിക്കാന്ന് പറയുന്നത് ഇത്ര സൗഹൃദങ്ങൾ പോലെ അതും കഴിക്കും. പിന്നെ അത് ചില സൗഹൃദങ്ങളുണ്ട്. എന്ത്? ആദ്യവും കഴിക്കും പിന്നെയും കഴിക്കുന്നതാണ്.
എന്നാൽ ഈ നെല്ലിക്ക ഇന്നെ പോലെ ആദ്യം കണ്ടപ്പോൾ കഴിച്ചു, പിന്നീട് മതിലിച്ചു. ആദ്യം കണ്ടപ്പോ കഴിച്ചില്ല. അതെ, തുടക്കത്തില് പിന്നെ ഫുള്ള് മധുരായ. ഒരുപൊളി ഞാൻ തിന്നാത്ത ആളാ. എന്നാ അയക്കുന്നില്ലേ? ഈ നെല്ലിക്ക നിന്നെ പോലെ ആദ്യം കടിച്ചപ്പോൾ മധുരം, പിന്നെയും മധുരം. മോരുവെള്ളം 10 out of 10 ആണെങ്കിൽ നെല്ലിക്ക 100 out of 10. 100 out of 100. എത്ര വേണം? കാക്ക വേറെ 10 എടുത്ത് കിട്ടോ, 50 അല്ലേ 10. മീനാ മീനിന് കെട്ടിയ പോലെ തന്നിക്ക് അമ്പലില്ല കയറ്. അപ്പൊ നല്ല നെല്ലിക്ക നല്ല മോരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ തിരുപ്പൂർ സിറ്റി ഒത്തുങ്ങൽ ഓപ്പോസിറ്റ് നെല്ലിക്ക. അതെ, തിരുപ്പൂർ സിറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ശുദ്ധമായ നാടൻ തേൻ കടയിൽ നമുക്ക് നല്ല മോരും നല്ല നെല്ലിക്കും നല്ല നല്ല കരിമ്പൊരി സുഖം. നമ്മളെ മാമിന്റെ വീട്, ഇതിന്റെ അഫുറീസു, ഇതിന്റെ പോർഷെ, ഇത് കുട്ടനെ വണ്ടി എടുക്കാം. ഇതാണ് നമ്മളെ വീട്. കുപ്പായം, ഇത് അപ്പന്റെ പോർഷെ, ഇത് അഫു. എന്റെ 6 pack വരെ ഞാൻ കാണിച്ചെടുത്തത്. ഓണോടെ ഇതിന്റെ അഫു, ഇത് JCB. എന്റെ പണ്ട് മുതലേ ഒരു JCBന്റെ ആളാണ് രണ്ടാളും. എല്ലാരും രക്ഷിക്കണേ, ഈ കുട്ടി ഇന്നെ ഭയങ്കര അടിക്കടിക്കുവോനെ. ഓ സുഹൃത്തുക്കളെ, ഈ വീട് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം പൊളിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മാസ്മരികമായ ഒരു പീസാണ്. ആഴ്ചകളുള്ളൂ, ആഴ്ച. നമ്മളിവിടെ പുതിയ പോർഷ് വാങ്ങി, ബ്ലാക്ക്. അതെ, പച്ച പോർഷന് പകരം കൂടെ ഞങ്ങള് എന്താ വെച്ചാ ഞങ്ങൾ പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എഞ്ചിനീയർ പറഞ്ഞ കുറച്ച് കാറുണ്ടായിരുന്നു. അവിടെ വേറെ കുറെ കാറുണ്ട്, അൽമാനം നിറച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ വീട് ഉണ്ടാക്കാൻ എഞ്ചിനീയർ കാർ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അതിന് നമ്മള് കാറ് വാങ്ങി. വേറെ റൈറ്റ് ഉണ്ട്. ഇതെന്താ? ഇതാണ് ടെസ്ല സൗണ്ട്, ഇതാണ് പോർഷ സൗണ്ട്. ഒക്കെ കറക്റ്റ് ആയി ചെയ്ത് വെച്ചാൽ ഇത് ടെസ്ലയാണ്. ഏടാ മൂന്ന് അടുത്ത അവബൈസ് കിച്ചണില് പണി തകൃതി നടക്കുകയാണ്. നമ്മുടെ എല്ലാമായ ഷാഡോ ഫൈറ്റിന്റെ ആളാണ്. യൂട്യൂബ് നെയിം ഷാഡോ ഫൈറ്റ് ആണ്. അതാണ് എന്ത്, ആ ചങ്ങായിയാണ് എന്ത് ചെയ്യുന്നത്, ക്യാരറ്റ് മുറിക്കുന്നത്. ഇതെന്താ പൈനാപ്പിൾ കട്ട് ചെയ്തതാ? മാഷാല്ല ഇനി കട്ട് ചെയ്യണമ്മ, ഒന്നും കട്ട് ചെയ്യും. ഇതിന്റെ പേര് മറന്നല്ലോ, തക്കുടു. ഇത് നമ്മൾ എന്തോ ഉണ്ടാക്കാണ്. എൻ്റെ മാമിൻ്റെ വേറെ അടുക്കള, മാമിക്ക് 2 അടുക്കള ഉണ്ട്. ഇത് വേറെ അടുക്കള. കഴിവേറി എന്ന കഴിവ് കൂടിയ ആളെന്നാണ്. കഴിവേറിയായ റിസുവാൻ ഇവിടെ കക്കരിക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുപ്പിവളൊക്കെ ഇട്ടിട്ടാണ് പാചകം ചെയ്യുക. ഷെഫ് ഹാജറ ഷാജി ഫ്രം ഷൈനിങ് ഷെഫ് ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആണ് ഞാൻ ഇപ്പോൾ ഞെട്ടിച്ച് നീപ്പിച്ചാണ്. വൻകിട സൽക്കാരാണ് നിങ്ങൾക്ക് ഇന്ന്. എന്തൊക്കെയുണ്ട് പറഞ്ഞെടുക്ക്, പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ വീടിന്റെ ഉടമസ്ഥൻ കുരുമുളക് പിച്ചിടുകയാണ് കേട്ടോ, എല്ലാവരും കണ്ടോളി. നമ്മള് പുതിയ തരം മെഷീനെ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, ഇനി കുരുമുളക് കൂടൂല, അമ്മച്ച് വന്നോ.
പുഡിങ് ആയില്ലല്ലോ, സെറ്റ് ആയില്ലല്ലോ. സ്പൂണ് വേണം. 2:20 പക്ഷെ നമ്മളിപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂപ്പ് വെച്ചു, മന്തി വെച്ചു, സാദാ ചോറ് വെച്ചു. ഗസ്റ്റ് വരൂ. ഗസ്റ്റ് പ്ലീസ് വിസിറ്റ് അറ്റ്. പുഡിംഗ് സൂപ്പർ, 10 out of 10. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് പച്ച, ഇതെന്താ ഇതിന്റെ ചോപ്പ് ഇതേതാ കമ്പനി? പ്യൂമ. ചുവപ്പ് പ്യൂമ ഷർട്ട്, ചുവപ്പ് പ്യൂമ പാൻറ്, ചുവപ്പ് പ്യൂമ അണ്ടർവെയർ. ചോപ്പാണോ? അറിയേണ്ട ആവശ്യമില്ല അല്ലേ? തൊപ്പില്ലേ ചോപ്പ് മനുഷ്യൻ ഒരു പച്ചക്കാറിന്മേലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ. എടാ ബായ്, എടാ ബായ്. മാമിനെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു, എന്നെ കാണിച്ചില്ല, ആർക്കും കാണിച്ചില്ല. അന്ന എന്തായാലും കാണിക്കും. നന്മയുള്ള റിസ്വാൻ ഞങ്ങൾക്ക് ചാമ്പൊക്കെ കൊടുത്തത്. എന്താണ് താത്തല കാണപ്പോ? എന്താ മാജിക് ഫ്രൂട്ട്. താങ്ക് യു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളാം. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ശരി.